MP ലാഡ്സ് പദ്ധതികളുടെ കരാറുകൾക്ക് പണം ലഭിക്കുന്നില്ലെന്ന് പരാതി. ഒരു വർഷമായി പണം നൽകി വരുന്ന ഇ-സാക്ഷി പോർട്ടലിന്റെ സാങ്കേതിക പ്രശ്നമാണ് പണം മുടങ്ങാൻ കാരണം. പൂർത്തിയാക്കിയ നിർമ്മാണങ്ങളുടെ പണം ലഭിക്കാതായതോടെ കരാറുകാർ പ്രതിസന്ധിയിലാണ്. MP ലാഡ്സ് പദ്ധതികൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകാർക്ക് ലഭിക്കാനുള്ള തുകയാണ് ഏപ്രിൽ 5 മുതൽ മുടങ്ങിക്കിടക്കുന്നത്. പോർട്ടലിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഏപ്രിൽ 5 മുതൽ 10 വരെ MP ലാഡ്സ് ഫണ്ട് അനുവദിക്കുന്നതടക്കം സേവനങ്ങൾ മുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം 15 ദിവസം കഴിഞ്ഞിട്ടും പോർട്ടൽ പ്രവർത്തനം പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടില്ല. ഇതോടെ കരാറെടുത്തവർ പ്രതിസന്ധിയിലായി. ഇ-സാക്ഷി പോർട്ടലിനകത്ത് ഒരു ഡിസ്പ്ലേയിൽ വന്നു 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള തീയതികൾ മെയിൻ്റനൻസ് നടക്കുകയാണ് സൈറ്റിൻ്റെ. അതുകൊണ്ട് മെയിൻ്റനൻസ് വരേക്കുള്ള കാലയളവിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ ചെയ്തു പോയ കുറേ ബില്ലുകൾ, പാസ്സാക്കാൻ വേണ്ടി കൊടുത്ത ബില്ലുകൾ നമ്മൾ തുടരെ ബന്ധപ്പെടുന്നുണ്ട്. ഇതെന്തായി 10-ാം തീയതി കഴിഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് പോയി നോട്ടിഫിക്കേഷൻ പോയി, അതായത് മെയിൻ്റനൻസ് പോയി എന്നുള്ള നോട്ടിഫിക്കേഷൻ പോയെങ്കിലും സൈറ്റ് കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ ഈ ഇംപ്ലിമെൻ്റ് ഓഫീസറെ ബന്ധപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് ഓഫീസിലെല്ലാം ബന്ധപ്പെടുമ്പോൾ അവർക്ക് മറ്റു തരത്തിലുള്ള അറിയിപ്പുകളൊന്നുമില്ല. നേരത്തെ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പണം കരാറുകാർക്ക് നൽകുന്നതായിരുന്നു രീതി. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ പുതിയ ഓൺലൈൻ സംവിധാനം വന്നതോടെ പരിശോധനകൾ പൂർത്തിയായാൽ കരാറുകാരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്രം നേരിട്ട് പണം നൽകുകയാണ് ചെയ്യുന്നത്. ബില്ലുകളും അനുബന്ധ രേഖകളും അപ്ലോഡ് ചെയ്ത് 48 മണിക്കൂറിനകം പണം ലഭിച്ചിരുന്നു. മെയിൻ്റനൻസിന് ശേഷം പക്ഷേ ബിൽ തുകകൾ ലഭിക്കാതെയായി. സത്യം പറഞ്ഞാൽ വല്ലാത്ത രൂപത്തിലുള്ള ഒരു ടൈറ്റിലാണ് കടന്നുപോയുള്ളത്. അപ്പോൾ ഇത് എന്നെ പോലെ തന്നെ നൂറുകണക്കിന് കരാറുകാർ, ഈ മേഖലയിലുള്ള PWD കരാറുകാർ അല്ലെങ്കിൽ ഈ ഏജൻസികളുടെ വർക്കെടുക്കുന്ന മറ്റാളുകളെല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ പ്രതിസന്ധി ആയിരിക്കും നിലവിൽ. വിവിധ ഓഫീസുകളിലെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി ഫയൽ അപ്ലോഡ് ചെയ്തിട്ടും പണം ലഭിക്കാത്തതോടെ കരാറുകാർ പ്രതിസന്ധിയിലാണ്. പ്രശ്നമുടൻ പരിഹരിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുമ്പോഴും ബില്ല് മാറി തുക എന്ന് ലഭിക്കുമെന്നതിൽ കരാറുകാർക്ക് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.